പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതപാതയിൽ എപ്പോഴും അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരയണമേ. ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ അമ്മ വാഴണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടു കൂടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരയണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ. രോഗക്കിടക്കയിലായിപ്പോയവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ഓരോ മക്കൾക്കും രോഗസൗഖ്യം കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും സൗഖ്യവും അമ്മ കൊടുക്കണമേ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ. പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആക്സിഡന്റ് പറ്റി അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ അസുഖങ്ങളാൽ ശരീരം തളർന്ന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ അമ്മ കൊടുക്കണമേ. അമ്മേ മാതാവേ, തളർന്നു പോയ അവരുടെ ശരീരത്തെ ബലപ്പെടുത്തണമേ. അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാനായി കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ മക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും അമ്മ തിരികെ വാങ്ങിക്കൊടുക്കണമേ. ശക്തമായി അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ തമ്പുരാനെ, ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അങ്ങ് സ്വർഗം തുറന്ന് കടന്നു വരയണമേ. ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ലോകമെമ്പാടും അങ്ങയുടെ നാമം അറിയിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ തൃപ്പാദത്തിങ്കിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, പലവിധ പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അന്യദേശങ്ങളിലേക്ക് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. തൊഴിലിൻ്റെ ആവശ്യമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയവേദനകൾ കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന മക്കൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാവൽ നിൽക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി
കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ശക്തമായി അമ്മ ഇറങ്ങി വരണമേ. അവരുടെ എല്ലാ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ആ ഭവനത്തിലെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ. ഈശോയെ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് അനേകം മക്കളെ സഹായിപ്പാനുള്ള വലിയ മനസ്സും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോൺ എടുത്തിട്ട് അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജപ്തി നോട്ടീസ് കൈപ്പറ്റി അമ്മയുടെ മുൻപിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അവരെ എല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ കൈകളിലേക്ക് സാമ്പത്തികം കടന്നു വരാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും മാറ്റിത്തരണമേ. അനുഗ്രഹം ചൊരിയണമേ. ഈശോനാഥ, കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോയി ദൈവസ്നേഹം മനസ്സിലാക്കാതെ ജീവിപ്പാൻ അങ്ങ് അനുവദിക്കരുതേ. എപ്പോഴും ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ. ഈശോനാഥ, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല. ശാശ്വതമായ ജീവിതം നിന്റെ സന്നിധിയിലാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട്, പലവിധ പ്രതീക്ഷയോടെ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി, ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി കടന്നു ചെല്ലണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഭക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.